എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്തു. കരിവേപ്പിലയും ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഞാനാണെങ്കിൽ സവാള ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും ഒന്ന് നല്ലതുപോലെ അതിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടിക്കാത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇവയെല്ലാം നമ്മൾ വഴണ്ട് വന്നിരിക്കുന്ന നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ലതുപോലെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ നല്ലതുപോലെ ഞാൻ ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ചിക്കൻ നല്ലതുപോലെ മസാലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ അതിനകത്തുനിന്ന് ഊർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും മസാലയും എല്ലാ ഭാഗത്തും ആവുന്ന തരത്തിൽ നല്ലതുപോലെ ഞാൻ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നേരത്തെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചിക്കനകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അടച്ചു വെച്ചു. അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ കുറച്ച് ചീനി അരിഞ്ഞ് വേവാൻ വെച്ചു. വെന്ത് കഴിഞ്ഞു. നമ്മൾ അതിനകത്ത് മസാലയൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഞങ്ങളുടെ ഇന്നത്തെ ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കനും ചീനി വേവിച്ചതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.